ഹലോ, എല്ലാവർക്കും നമസ്കാരം. അനന്തരാമൻ അജയൻ തിരക്കഥയും സംവിധാനവും ചെയ്ത് ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ റിലീസായിട്ടുള്ള പുതിയൊരു ഷോർട്ട് ഫിലിമാണ് ഗ്രാനി. ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലറാണ്. ഇതിൽ രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് മെയിൻ ഈ ഷോർട്ട് ഫിലിം നമ്മൾ കാണുന്നത്. അതിനകത്ത് ഒന്ന് KPC ലീല അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറും അതുപോലെ തന്നെ ശിവരാജും. ഇതിന്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വയസ്സായ ഒരു സ്ത്രീയെ നോക്കാൻ വരുന്ന ഒരു ഹോം നേഴ്സ് ആ വീട്ടിലോട്ട് കടന്നു വരുന്നു. അതിനുശേഷം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതിന്റെ ഇതിവൃത്തം. ആഹ് എന്നെ സംബന്ധിച്ച് ഈ ഷോർട്ട് ഫിലിം പറയാനാണെങ്കില് വളരെ സ്ലോ ബേസ് ആയിട്ടാണ് ഈ ഷോർട്ട് ഫിലിം തുടങ്ങുന്നത്. പക്ഷേ ഓരോ നിമിഷവും നമ്മളുടെ ഭയത്തെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇവിടെ ഈ ടീമിന് പറ്റിയിട്ടുണ്ട്. ആഹ് ഈ ശിവരാജ് എന്ന ക്യാരക്ടർ വന്ന് കേറുമ്പോൾ വളരെ നിസ്സാരമായിട്ട് കാഷ്വലി സംസാരിച്ചു തുടങ്ങുന്ന ആ തോട്ടിൽ നിന്ന് പിന്നെ ഇങ്ങനെ ഗ്രാജ്വലി അയാളിലൂടെ ഫിയർ ഇങ്ങനെ കൂടി വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും. KPC ലീല കഥ പറയുമ്പോൾ ഈ ശിവരാജിനുണ്ടാവുന്ന ഒരു ഭയമുണ്ട്. ആ കഥയുടെ എന്താ പറയാ ടോപ്പിലോട്ട് ഇങ്ങനെ പോകുന്തോറും അയാളുടെ കണ്ണിലും അയാളുടെ ബോഡി ലാംഗ്വേജിലൊക്കെ ഈ ഒരു പേടി കയറി കൂടിയിട്ട് ഈ പേടി നമ്മളിലോട്ട് എത്തിക്കാനും ഈ ഒരു ടീമിന് പറ്റിയിട്ടുണ്ട്. ആർട്ടിസ്റ്റിന് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കഥയ്ക്ക് ഈ കഥയിൽ അല്ലെങ്കിൽ ഈ ഷോർട്ട് ഫിലിമിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. കാരണം അത്രയും നന്നായിട്ടുള്ള വിഷ്വൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ മ്യൂസിക്കും എഡിറ്റും എല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഇവർ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സൗണ്ട് ചെയ്തിരിക്കുന്നത് അജയൻ ഹഡട്ടാണ്. മ്യൂസിക് RK. DOP ചെയ്തേക്കുന്നത് വിജയ് രഘുകൃഷ്ണനാണ്. എഡിറ്റ് ചെയ്തേക്കുന്നത് മിഥുൻ മുരളിയാണ്. ഒരു ക്ലാസ് ഐറ്റം. ഭയങ്കര രക്തം കോരിച്ചൊരിയുന്ന സീനുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇതിന്റെ എൻഡും പ്രതീക്ഷിക്കാൻ പറ്റുന്ന എൻഡ് തന്നെയാണ്. അല്ലാണ്ട് വളരെ എന്താ പറയാ നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നൊന്നും പോകണ്ട. നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും കഥയുടെ അവസാനം ഇങ്ങനെ ആയിരിക്കുമെന്ന്. പക്ഷേ അതിലോട്ട് എത്തുന്നത് വരെയുള്ള യാത്ര വളരെ നാച്ചുറലായിട്ടും നമ്മളെ ഭയം ജലിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മളെ പിടിച്ചിരുത്താനും ഈ കഥക്ക് പറ്റുന്നുണ്ട്. എനിക്കെന്നും ഒരു അതിശയമായിട്ട് തോന്നിയിട്ടുള്ള KPC ലീല എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെയാണ്. കാരണം ഇവര് എന്തുകൊണ്ട് മലയാള സിനിമയിൽ നല്ല വേഷങ്ങളിൽ ഇപ്പോൾ കാണുന്നില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് ഷോർട്ട് ഫിലിമും ഒക്കെയാണ് ഞാൻ ഇവരെ കണ്ടിട്ടുള്ളത് കേട്ടോ. പക്ഷെ ഇവരുടെ അഭിനയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമ്മളിൽ ശരിക്കും അതിങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മളിപ്പോൾ കൊറിയൻ സിനിമകളൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ കാണുന്ന ആ ഒരു ക്യാരക്ടേഴ്സ് ഇല്ലേ, അതുപോലെ ഇരിക്കും ഇവര്. എന്തൊരു ഡയലോഗ് ഡെലിവറിയാണ്, എന്തൊരു ബോഡി ലാംഗ്വേജ് ആണ്. പിന്നെ ഡബിങ്ങിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അതിന്റെ കുലപതിയാണ്. പക്ഷേ ഇനിയും മലയാള സിനിമയിലോട്ട് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും ഇവർക്ക് വരേണ്ടതുണ്ട്. കാരണം അത്ര മികച്ച രീതിയിലുള്ള ഒരു ആക്ടിങ്. ഞാൻ ഇതിന് കുറച്ച് നാൾ മുന്നേ ഇവരുടെ വേറൊരു ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട്. എനിക്ക് അതും സെയിം ഫീൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു നല്ല മഴയുള്ള രാത്രി ആരും ഇല്ലെങ്കിൽ, വീട്ടിൽ ആരും ഒന്നും ഇല്ലാണ്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നല്ല പിക്ചർ ക്വാളിറ്റിയിൽ സൗണ്ടിൽ ഈ ഷോർട്ട് ഫിലിം നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. നല്ല പക്ക എഫക്റ്റ് കിട്ടും കേട്ടോ. അല്ലാണ്ട് ഒരുപാട് പേരുള്ള സമയത്ത് ലൈറ്റൊക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ആ ഫിയർ വർക്കാവും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. ബൈ.